സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ വിസ്മരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശരീരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാമെന്നുള്ള ആ പ്രതീക്ഷയോടെ നമുക്കൊരുങ്ങാം, നമുക്ക് ഉണരാം, നമ്മെ തന്നെ സമർപ്പിക്കാം. അവർ ഞങ്ങൾക്ക് തന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം, നല്ല വചനത്തിനായി സ്തോത്രം. കഴിഞ്ഞ 21 പല വർഷം ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസ്യപ്രിയ അമ്മാവെങ്കിൽ ഭൂമി ജീവിക്കുവാനുള്ള അവസരം കർത്താവ് കൊടുത്തു. കർത്താവിൻ്റെ സമയമായപ്പോൾ താൽക്കാലികമായ ഈ ഭൂമിയിലെ ആ വിവാസത്തിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് നിത്യമായ വാസത്തിന് വേണ്ടി കർത്താവിനോട് അടുത്ത് അഭ്യവസിക്കുന്ന ഗുണം ദൈവമായ കർത്താവ് ചേർത്തുകൊണ്ടതിനായി സ്തോത്രം. ഈ മൂല്യമായി ഞങ്ങൾ ഈ ആവശ്യത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് തിരുനാളത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർന്നു നിൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വാത്സല്യ പ്രിയ മാതാവിനെയും തേജസ്സിന്റെ പുത്രൻ ശരീരത്തോടെ ഞങ്ങൾക്ക് കാണാം. അവയും ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു സുരക്ഷിതമായി വരുമെന്ന് കാത്തിരിക്കുന്നു. നമ്മുടെ താഴ്ചയുടെ ശരീരത്തിൽ നല്ല മകത്തുള്ള ശരീരത്തിലുള്ള അനുഭവമായി രൂപാന്തപ്പെടുന്ന സുന്ദരം ഞങ്ങൾക്കുള്ളവരാ ഞങ്ങളെ സ്തുതിക്കണം. ഞങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ദൈവം എല്ലാം അവരുടെ സമയത്ത് സകലം നന്നായി പിതാവിനായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഈ സുശേഷകർക്കായി സ്തോത്രം. സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിനായി സ്തോത്രം. ഞങ്ങളെ ശിശുക്കളൊക്കെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിച്ച് ജീവിച്ച് അവസാനിക്കുന്ന സുരക്ഷകരമായ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. നാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ കേൾക്കണമെന്നല്ലാതെ ഭൗതിക ശരീരം കാണുന്ന ആരെങ്കിലും ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
അതിന്റെ പ്രതാപത്തിനെ ആസ്വദിക്കുവാൻ അത് വേഗം ഞങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ നിന്റെ ക്രോധത്തെ ഞങ്ങൾ ഞാനോട് ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എത്രത്തോളം താമസം നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളും ഞങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടേ. നിന്റെ ദാസന്മാർക്ക് പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണ്ടതേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് മാറ്റപ്പെടാനുള്ള വേദന. കഴിഞ്ഞ ദിവസം വരെ കർത്തൃദാസുണ്ടായി ചില മാസം ശരീരത്തിൽ കലഹിന് അത് അനുഭവിച്ചു. അപ്പോൾ ജീവനുള്ള ഒരു വ്യക്തിയായി ഭക്തനുണ്ടായി. കഴിഞ്ഞ ബുധനാഴ്ച തന്റെ പ്രത്യാശയിൽ നാട്ടിലേക്ക് തന്റെ ആത്മാവ് കടന്നുപോയി. പിന്നെ നമ്മൾ കണ്ടതിന്റെ ഭൗതിക ശരീരം. ഇന്നേ സമയങ്ങളിൽ നമ്മൾ ആ ഭൗതിക ശരീരത്തിൽ നമ്മുടെ ഭൗതിക ശരീരം ഊഹിച്ച് അല്പസമയത്തെ കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ 20 വർഷം വരെ ജീവിച്ചു എന്ന് പറയുന്ന ഓരോർമ്മയായി അവശേഷിക്കുക. ഏത് മനുഷ്യരെയും അവസ്ഥയിലാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പ്രശംസിക്കരുത്, ബലവാന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ കർത്താവിനെ നമ്മെ നിലനിർത്തിയ പ്രത്യാശിക്കുന്നത് ജീവിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യാശയുടെ നാടിനെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമുക്ക് ഇന്നതുപോലെ ഒരു ദിവസം നമ്മുടെ മുമ്പിലെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് ആ നിത്യാഭാസത്തിന് വേണ്ടി വരുമോ ഈ ശിശുത മുഖാന്തരമാക്കി തീർക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേദിയിൽ അധ്വാനിക്കത്തക്ക രീതിയിൽ ഈ കുടുംബത്തെ എന്റെ ദാസി ഒരുമിച്ച് എന്റെ വേദിയിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ അവരെ വളർത്തിയെടുക്കുവാൻ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് അതായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബത്തിലെ അനേകർക്ക് വേണ്ടിയിട്ട് നിൽക്കുവാൻ അവരെയും ശക്തി അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ഈ ഭൂമണ്ഡലത്തിൽ ഒരു മധ്യസ്ഥ കുടുംബമായി കർത്താവിന്റെ സന്നിധിയിലും കരയുന്ന യാചിക്കുന്ന ഒരു കുടുംബമായി എന്റെ സന്നിധിയിൽ മതിൽ കെട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഒരു പുരുഷനെ വിളിച്ചു വേർതിരിച്ചു. അവരുടെ ആരോഗ്യം മുഴുവൻ നിനക്ക് വേണ്ടി ചേർന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കർത്താവിന്റെ നിലപ്പെട്ട ദാസി ശരീരത്തിൽ ബലിഗിരിയായ പ്രത്യാശയുടെ നാളിന് വേണ്ടി തന്റെ സന്നിധിയിലേക്ക് ചേർന്ന് കഴിഞ്ഞ ദിവസം അവിടുന്ന് കണ്ടു വന്നു. ഈ കട്ടത നിറഞ്ഞ ഈ ബലഹീനത നിറഞ്ഞ ഏതൊരു നിറഞ്ഞ ശരീരം സ്വസ്ഥമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തിരുസന്നിധിയിലെ മകളുടെ ആത്മാവിനെ നീ ചേർത്തുകൊണ്ടു. ഞങ്ങളത് പ്രത്യാശയോട് എന്നാൽ വേർപാട് ദുഃഖം നിറഞ്ഞതാണ്. ആ ദുഃഖത്തിൽ ഇല്ലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളുടെ കർത്താവ് കടന്നു വന്നിട്ടുള്ളത്. എന്റെ ബലപ്രദാസനെ നീ ആശ്വസിപ്പിക്കണം. ധാരമായി കൊടുത്ത കുഞ്ഞുങ്ങളെ നീ ആശ്വസിപ്പിക്കണം. ബന്ധുക്കൾ ചാർച്ചക്കാരെ നീ ആശ്വസിപ്പിക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രതീക്ഷയ്ക്കായി കാരണം ഒരിക്കലും മരിച്ചവർ കാലം ഞങ്ങൾ ധ്യാനിച്ചു. കർത്താവിന്റെ കാരണവതിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്തൃദാസി ശരീരത്തിൽ ഉയർത്തുവരുന്ന വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ഈ മൺമയമായ ശരീരം മാറി നിന്മയത്തെ പ്രാപിച്ചുകൊണ്ട് ഈ മർത്യമായ ശരീരം മാറി അമർത്യതയെ പ്രാപിച്ചുകൊണ്ട് ഈ ദ്രവത്വമുള്ളത് മാറി അദ്രവത്വത്തെ പ്രാപിച്ചു
അക്ഷയമായ ശരീരം, ഈ പ്രാകൃതമായ ശരീരം ആത്മീയത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഈ ബലഹീനമായ ശരീര ശക്തിയിൽ സ്തോത്രം, ഈ അപമാന ശരീര തേജസ്സിൽ ഉയർത്തു വരുമെന്നുള്ള വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ പ്രത്യാശ നിന്റെ ദാസിയുടെ ഭൗതിക ശരീരം നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഴിമാടത്തിൽ സംസ്കരിക്കുക. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ മനുഷ്യന്മാരെയും ഇനിയവരെയും ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ തേജസ്വേറിയ ശരീരത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ കർത്താവ് തന്റെ ഭക്തന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ കർത്തൃദാസിയും കാണുമെന്നുള്ള ആ വലിയ പ്രത്യാശയും മണ്ണിൽ നിന്നെടുത്തിരിക്കുന്ന ഈ മധ്യ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അല്ലയോ പ്രിയപ്പെട്ട മാതാവി, നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കാൻ ഞങ്ങൾ മണ്ണിനും കുഴിക്കുമായി നിന്നെ ഏൽപ്പിക്കുന്ന, നീയോ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ നീ എഴുന്നേറ്റ് വരുന്നതുവരെ പോയി വിശ്രമിച്ചു കൊള്ളുക. പ്രത്യാശയുള്ള ദൈവമക്കളെ ശരീരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കർത്തൃദാസിയെ കാണാമെന്നുള്ള പ്രത്യാശയോടെ വീണ്ടും സ്തുതിച്ചാട്ട് സമയത്ത് കച്ചേരായി ഉയർക്കുന്ന ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മളോട് ദൈവത്തെ സ്തുതിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ അവരുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കും. എല്ലാ കാലത്തും വാഴ്ത്തും പോലും എന്റെ നാവിന്റെ പോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആരോഗ്യവും അനിഷ്ടവും സംഭവങ്ങളും മരണം എന്ന ആലോചന നിന്നെ പിൻപറ്റുവാൻ വലിയ വർഷക്കാലം ഈ ജീവിച്ചിട്ടുണ്ട്. കർത്താവിന് സാക്ഷ്യം വയ്ക്കാൻ, കർത്താവിനെ അവിടുത്തെ സമയമായപ്പോൾ അവിടുത്തെ സമയത്തിലേക്ക് വേർതിരിക്കാൻ ദൈവത്തിന് കാലം അനേക വിശുദ്ധനാളുടെ മധ്യത്തിൽ പ്രദാസനെ അധികാരപ്പെടുത്തിയതിനാൽ ഞാനതിനെ ദുഃഖത്തിലിരിക്കുന്ന ദാസനെയും മക്കളെയും മരുമക്കളെയും മരുമക്കളെയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും വലിയ സമാധാനങ്ങൾ ഇറക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ തന്നേറ്റ് പോകുന്നു. ലോകത്തിരുന്നത് പോലെയല്ല, ലോകത്തിന് വിദ്യകളെയൊക്കെയില്ല എന്നറിയിക്കുക. ദൈവത്തിന്റെ ദിവ്യ സമാധാനം കൊണ്ട് എല്ലാ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ കെട്ടുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിങ്ങളെ സഹായിക്കണമേ. എത്ര വേഗം നീ വരികയും ഞാൻ സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവുടെ പ്രാർത്ഥന കേട്ടതിനാലും സന്ദർഭത്തോടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും സമാധാനവും ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട തന്റെ മക്കളോടും കർത്താവിന്റെ ദാസനോടും തന്റെ കുഞ്ഞുങ്ങളോടും ബന്ധുക്കൾ ചർച്ചക്കാർ യേശുവിനെ സംബന്ധിച്ച ഏവരോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരിവരെ ഉണ്ടായിരിക്കുമാറാണ്. കുഞ്ഞാടിനും കർത്താവെല്ലാവരെയും ആശീർവദിക്കുന്നു. വീടിനുള്ളിൽ നമ്മൾ